ഇത് ഈ ഒരു സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് തന്നെയല്ലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലത്. അല്ലാതെ ഓൾ ഇന്ത്യയുടെ തന്നെ 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആരും റിസൈൻ ചെയ്യണ്ട. റിസൈൻ ചെയ്തവർക്ക് മാത്രമേ 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചെയ്യരുത്. ഈ നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സംസാരിച്ച സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് എല്ലാത്തിനും. എല്ലാ മെഡിക്കൽ കോഴ്സുകൾക്കും ഒരേ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, അങ്ങനെ 4 ഘട്ട അലോട്ട്മെൻറ്റുകളാണ് ICAR അഡ്മിഷനിലായിട്ട് നടക്കുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ ഈ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യകതയുണ്ടോ കേരളത്തിൽ? അല്ല, അത് കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ പറഞ്ഞ ഡീറ്റെയിൽസ് ആണ്. ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും, അല്ലേ? ഇന്ന സീറ്റ് കിട്ടി, അഗ്രികൾച്ചർ കിട്ടി, വെറ്റിനറിയിൽ നിന്ന് കിട്ടി. ഈ വിദേശത്തുള്ളവർക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റുകൾ കിട്ടില്ല, ഇവിടെ സാധ്യതകൾ വളരെ കുറവാണ്, ഇവിടെയുള്ള കുട്ടികൾക്കാണ് സാധ്യതകൾ. കാരണം ഒരു കോളേജ് ഒരു കോഴ്സും ഒന്നും അല്ല നമ്മളുടെ സാധ്യതകൾ. ഇനിയുള്ള കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ലോകം മാറ്റപ്പെടാൻ പോവുകയാണ്, അല്ലേ? നമ്മളെപ്പോഴും പറയുന്നത് പോലെ 2030-32 കാലഘട്ടമൊന്നും ശിവൻ സാറിനൊപ്പം എന്ന പ്രോഗ്രാമിൻ്റെ 158ാമത് എപ്പിസോഡിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമസ്കാരം ശിവൻ സാർ. ശിവൻ സാർ, ഏറെ ആകാംക്ഷയോടുകൂടി നമ്മുടെ പ്രേക്ഷകരും വിദ്യാർത്ഥികളും ഒക്കെ കാത്തിരിക്കുന്ന ഒരു അലോട്ട്മെൻറ്റാണ് സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അത് വൈകുന്നു എന്നുള്ളൊരു മറ്റൊരു യാഥാർത്ഥ്യം. അപ്പോൾ സാർ, നമുക്ക് എപ്പോൾ പ്രതീക്ഷിക്കാം? ഇപ്പോഴത്തെ ഒരു കറണ്ട് സിനാരിയോ എന്തെല്ലാമാണ്? നീറ്റ് 2025 യഥാർത്ഥ സാധ്യതകളൊക്കെ മനസ്സിലാകുന്നത് 2ാം ഘട്ട അലോട്ട്മെൻറ്റിലാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ സീറ്റ് വർധനവിൻ്റെ കാര്യത്തിലും ഏതൊക്കെ റാങ്ക് വരെ അലോട്ട്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നുള്ളതൊക്കെ മനസ്സിലാകുന്നത് 2ാം ഘട്ട അലോട്ട്മെൻറ്റ് മുതലാണ്. അപ്പം ഏറ്റവും അധികം വിദ്യാർത്ഥികൾ നിർണായകമായിട്ട് കാത്തിരിക്കുന്നതുമാണ്. സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് മുൻ ഷെഡ്യൂളുകളിൽ നിന്ന് വീണ്ടും ഇത് താമസിക്കുന്നത്. കാരണം ഒന്ന്, ഈ പറഞ്ഞതുപോലെ പുതിയതായിട്ട് അലോട്ട് ചെയ്തിരിക്കുന്ന ഗവൺമെൻറ് മേഖലയിലെയും സ്വകാര്യ മേഖലയിലെയും വെരിഫിക്കേഷൻസ്, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ വെരിഫിക്കേഷൻ തുടരുകയാണ്. അത് തീർന്നിട്ടില്ല. കേരളത്തിലെ അടക്കമുള്ള ഗവൺമെൻറ് കോളേജുകൾ, സെൽഫ് ഫിനാൻസിങ് കോളേജുകളുടെയൊക്കെ സീറ്റ് മെട്രിക്സ് വരാനുണ്ട്. ഇപ്പം നമുക്ക് കേൾക്കുന്ന ഊഹാപോഹങ്ങൾ മാത്രമേ ഉള്ളൂ. അത് യഥാർത്ഥത്തിൽ പോരാ. നമുക്ക് കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഓൾ ഇന്ത്യയിൽ എത്ര സീറ്റുകൾ കൂടി mcc.nic.in എന്ന വെബ്സൈറ്റിൽ സീറ്റ് മെട്രിക്സ് വരണം. അതിനകത്ത് ക്ലിയർ വേക്കൻസി എന്ന് പറയുന്ന വരുന്ന ആ ലിസ്റ്റിനകത്താണ് ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ വന്നിരിക്കുന്ന അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുക്കാതെ പോയ സീറ്റുകളും ക്ലിയർ വേക്കൻസി, ഓൾറെഡി ആ കോളേജുകളിൽ വേക്കൻസി ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ അലോട്ടഡ് ആയതാണ്, പക്ഷേ കുട്ടികൾ എടുത്തില്ല. പിന്നെയുള്ളത് പുതിയതായിട്ട് വരുന്ന കോളേജുകൾ ഏതൊക്കെ, അതും ഈ ക്ലിയർ വേക്കൻസിയിലാണ് വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ടൊരു കണക്ക് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ മാത്രമേ അലോട്ട്മെൻറ്റ് നടത്താനും സാധിക്കുകയുള്ളൂ. കേരളത്തിൻ്റെ കാര്യത്തെ സംബന്ധിച്ചോളം കേരളത്തിൽ ഗവൺമെൻറ് മേഖലയിൽ ഉണ്ടായിരിക്കുന്ന സീറ്റ് വർധനവ്, സ്വകാര്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വർധനവ് എത്രയാണെന്ന് അറിയണമെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷനുടെ വെബ്സൈറ്റിൽ ഇതിൻ്റെ സീറ്റ് മെട്രിക്സ് വരണം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാലാണ് കേരളത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. ഇതിനൊക്കെ സാങ്കേതികമായിട്ടുള്ള ചില നടപടികൾ കേരള ആരോഗ്യ സർവകലാശാലകളുടെ അനുവാദം വേണം, ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ്റെ അനുവാദം വേണം. അപ്പോൾ അതിൻ്റെ ഒരല്പം കൊണ്ടാണ് താമസിച്ചു പോകുന്നത്. നിലവിൽ 3-ാം തീയതിക്ക് ശേഷം മാത്രമേ, സെപ്റ്റംബർ 3-ാം തീയതിക്ക് ശേഷം മാത്രമേ ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ആരംഭിക്കുകയുള്ളൂ. കാരണം ഓൾറെഡി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഓൾ ഇന്ത്യ ലെവലിൽ ചേർന്ന വിദ്യാർത്ഥികൾക്ക് റിസൈൻ ചെയ്യാനായിട്ട് ആ സീറ്റുകൾ ഉപേക്ഷിക്കണമെങ്കിൽ ഒരു അവസരം 3-ാം തീയതി വരെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ വേക്കൻസിയും കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് മാത്രമേ 2ാം ഘട്ടം തുടങ്ങുകയുള്ളൂ. അപ്പോൾ 3-ാം തീയതിക്ക് ശേഷം മാത്രമേ, സെപ്റ്റംബർ 3-ന് ശേഷം മാത്രമേ ഓൾ ഇന്ത്യയുടെ MBBS BDS 2ാം ഘട്ടം ആരംഭിക്കുകയുള്ളൂ. അതിനുശേഷം ഇപ്പോൾ PWD വെരിഫിക്കേഷൻ, ഭിന്നശേഷി വിഭാഗത്തിൻ്റെ 2ാം ഘട്ട വെരിഫിക്കേഷൻ 9-ാം തീയതി വരെയാണ് സമയം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടികളെയും കൂടെ അലോട്ട്മെൻറ്റിൽ ഉൾക്കൊള്ളിക്കേണ്ടതുകൊണ്ട് 10-ാം തീയതിയോ 11-ാം തീയതിയോ മാത്രമേ അലോട്ട്മെൻറ്റ് വരികയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും 12-ാം തീയതി മുതൽ ഒരു 16-ാം തീയതി 17-ാം തീയതി വരെയുള്ള ചേരാനുള്ള സമയമൊക്കെ കൊടുക്കും. അതോടനുബന്ധിച്ച് മാത്രമേ സ്റ്റേറ്റ് അലോട്ട്മെൻറ്റ്, കേരള അലോട്ട്മെൻറ്റും വരികയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കതൊരു 10-ാം തീയതിയോടുകൂടിയൊക്കെ കേരള അലോട്ട്മെൻറ്റുകളും MBBS BDSൻ്റെ 2ാം ഘട്ടം തുടങ്ങാൻ സാധ്യതയുള്ളൂ. ഇത് ഈ ഒരു സാങ്കേതികമായിട്ടുള്ള ചില കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ്. പക്ഷേ എന്തുകൊണ്ടും നല്ലതാണ്. കാരണം ഏറ്റവും കൂടുതൽ വേക്കൻസി വരുന്നത് തന്നെയല്ലേ നമ്മുടെ കുട്ടികൾക്ക് നല്ലത്. അതുകൊണ്ട് താമസിക്കുന്നത് നല്ലത് തന്നെയാണ്. മാക്സിമം സീറ്റുകൾ
ഗവൺമെൻറ് മേഖലയിലും സ്വകാര്യ മേഖലയിലും വരാനുള്ള അന്തരീക്ഷം തന്നെയാണ് ഇപ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ നമുക്കറിയാം വിദേശത്തു നിന്നൊക്കെ വന്നിരിക്കുന്ന ധാരാളം രക്ഷകർത്താക്കൾ വെയിറ്റ് ചെയ്യുന്നുണ്ട്. കാരണം കുട്ടികളെ ആക്കിയിട്ട് വേണം അവർക്ക് മടങ്ങിപ്പോകാനായിട്ട്. അവർക്ക് തീർച്ചയായിട്ടും ഇതൊരു, അല്ലെങ്കിൽ ബാക്കി അവധിയൊക്കെ എടുത്ത് നിൽക്കുന്ന രക്ഷകർത്താക്കളെ സംബന്ധിച്ചോളം ഈ ഒരു പ്രവണത അലോട്ട്മെൻറ്റ് നീണ്ടുപോകുന്ന അവർക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് അലോട്ട്മെൻറ്റിൻ്റെ കൃത്യമായിട്ട് ഒരു ഷെഡ്യൂൾ ചെയ്യപ്പെട്ടല്ല മെഡിക്കൽ നടക്കുന്നത്. ജെയ് നേരെ തിരിച്ചാണ്. ജെയ്മേ നമുക്ക് 2026 കാര്യം നമുക്ക് വേണമെങ്കിൽ ഇപ്പോഴേ പറയാം. ജെയ് ഇന്ന ദിവസങ്ങളിൽ നടക്കുമെന്നും റിസൾട്ട് ഇന്ന ദിവസം വരുമെന്നും കൃത്യമായിട്ടും ജൂൺ 10 മുതൽ ജൂലൈ 28 വരെയുള്ള സമയത്ത് ജോസ സീറ്റ് ലൊക്കേഷൻ നടക്കുമെന്നൊക്കെ നമുക്ക് പറയാം. പക്ഷെ മെഡിക്കൽ ഒരിക്കലും അങ്ങനെ അല്ല. അത് എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ്. രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ആർക്കും അത് ലോഗിൻ ചെയ്യാനൊന്നും പറ്റാത്തത്. രണ്ടാം ഘട്ട നടപടികൾ തുടങ്ങുമ്പം പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം വരും. ആദ്യ ഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്യാത്തവർക്ക് പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യാം. രണ്ടാം ഘട്ടത്തിൽ അഡ്മിഷൻ എടുത്തവർക്കും എടുക്കാത്തവർക്കും ഒക്കെ പുതിയതായിട്ട് ചോയ്സ് ഫില്ലിങ്ങിനൊക്കെ ഉള്ള അവസരം വരുന്നതേ ഉള്ളൂ. എല്ലാവരും വെയിറ്റ് ചെയ്യുക. സാർ, ഇപ്പോൾ 3-ാം തീയതി വരെയുള്ള സമയങ്ങളിൽ റിസൈൻ ചെയ്യാനുള്ള ഒരു അവസരം, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് വേണം റിസൈൻ ചെയ്യാം. അപ്പോൾ അത് 1-ാം ഘട്ടം അലോട്ട്മെൻറ്റ് തിരഞ്ഞെടുത്തവരാണോ റിസൈൻ ചെയ്യേണ്ടത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു? അത് ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റിൽ ഇപ്പം നമ്മൾ സീറ്റ് ആദ്യത്തെ അലോട്ട്മെൻറ്റിൽ പോയി എടുത്തു. എയിംസ് എടുത്തവരുണ്ടാകും, മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ സീറ്റുകൾ എടുത്തവരുണ്ടാകും. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് സംസ്ഥാനങ്ങളുടെ അലോട്ട്മെൻറ്റ് നടക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും അവനവൻ്റെ സ്റ്റേറ്റിലൊരു സീറ്റ് എടുക്കണമെങ്കിൽ, ഇപ്പം കേരളത്തിൻ്റെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ തന്നെ മറ്റ് അലോട്ട്മെൻറ്റുകൾ ബിഫാം പോലുള്ള നടക്കുന്നുണ്ട്. കർണാടകത്തിൻ്റെ 2ാം ഘട്ട അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ട്. തമിഴ്നാടിൻ്റെ വരാനുണ്ട്. അപ്പം മറ്റൊരു സ്റ്റേറ്റിലോട്ട് മാറണമെന്നുണ്ടെങ്കിൽ മാത്രമാണ് റിസൈൻ ചെയ്യേണ്ടത്. അല്ലാതെ ഓൾ ഇന്ത്യയുടെ തന്നെ 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ആരും റിസൈൻ ചെയ്യണ്ട. റിസൈൻ ചെയ്തവർക്ക് മാത്രമേ 2ാം ഘട്ടത്തിൽ പങ്കെടുക്കാവൂ, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ചെയ്യരുത്. ആകെ റിസൈൻ ഉപയോഗിക്കേണ്ടവരെ സ്റ്റേറ്റിലോട്ട് മടങ്ങണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ 1-2 കുട്ടികളൊക്കെ കാണുകയുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്. അല്ലെ ഇപ്പോൾ AFMC നമുക്കറിയാം 3 പ്രാവശ്യം അവരുടെ കട്ട് ഓഫ് താത്തുകയുണ്ടായി. റിവൈസ് ലിസ്റ്റിൽ നിന്ന് അവരെടുത്തിട്ടുണ്ട്. ആൺകുട്ടികളുടെ വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് 23 വരെയും പെൺകുട്ടികളുടെ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്ന് 4ാമത്തെ ആളെ വരെയും AFMC എടുത്തിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റ് എടുത്ത് നിൽക്കുകയായിരിക്കും. അപ്പോൾ അവർക്ക് AFMCയിലോട്ട് മടങ്ങിപ്പോകാനായിട്ട് അതാത് ഓൾ ഇന്ത്യയിൽ നിന്ന് റിസൈൻ ചെയ്യാനുള്ളൊരു അവസരം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇത് ഓൾ ഇന്ത്യയിൽ എടുത്തിട്ട് ഓൾ ഇന്ത്യയുടെ തന്നെ 2ാം ഘട്ടത്തിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ആരും ഇത് ഉപയോഗിക്കേണ്ടതായിട്ടില്ല. സാർ, അതുപോലെ തന്നെ 2ാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായും വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്? ഗവൺമെൻറ് മേഖലയിലാണ് നമ്മളിപ്പോൾ പ്രവേശനം നേടുന്നതെങ്കിൽ, അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് വഴിയാണ് നേടുന്നതെങ്കിൽ തൊട്ടടുത്ത ഘട്ടത്തിലേക്ക് നമുക്ക് പോകാം. അതുകൊണ്ട് അവിടെ ഒരു പ്രശ്നം ഉദിക്കുന്നില്ല. ഓൾ ഇന്ത്യയുടെ തന്നെ ഗവൺമെൻറ് മേഖലയിൽ 2ാം ഘട്ടത്തിൽ ചേരുകയാണെങ്കിൽ ഓൾ ഇന്ത്യയുടെ തന്നെ 3rd അലോട്ട്മെൻറ്റിലോട്ട് പോകാം. കേരളത്തിൻ്റെ ഗവൺമെൻറ് മേഖലയിലോ സ്വകാര്യ മേഖലയിലോ ആണ് 2ാം ഘട്ടത്തിൽ എടുക്കുന്നതെങ്കിലും 3ാം ഘട്ടത്തിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാം. നമുക്ക് ഈ മാനേജ്മെൻറ്റ് രീതിയിൽ ഇപ്പോൾ കർണാടകത്തിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സീറ്റ്, അല്ലെങ്കിൽ തമിഴ്നാടിൻ്റെ ഒരു മാനേജ്മെൻറ്റ് സീറ്റ്, അങ്ങനെയൊക്കെ ഒരു സീറ്റ് എടുക്കുമ്പോഴാണ് 2ാം ഘട്ടത്തിൽ അവിടെ നിന്ന് പോകും. കാരണം പിന്നെ നമ്മൾ സ്റ്റേറ്റിലോട്ട് മാറണമെങ്കിലോ അല്ലെങ്കിൽ മറ്റുള്ള കോളേജിലോട്ടൊക്കെ മാറണമെങ്കിൽ ചിലപ്പോൾ പൈസയൊക്കെ നഷ്ടപ്പെടാനുള്ള സാഹചര്യമുണ്ട്. അതുപോലെ ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ ചേർന്ന് കഴിഞ്ഞാൽ സ്റ്റേറ്റിലോട്ട് മാറാനും സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ തന്നെ കണ്ടില്ലേ, റെസിഗ്നേഷൻ ഇട്ടിരിക്കുന്നത് കണ്ടില്ലേ. 3-ാം തീയതി വരെ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയവർക്ക് റിസൈൻ ചെയ്യാം. ഓൾ ഇന്ത്യ അങ്ങനെ ഒരു അവസരം കൊടുത്തുകൊണ്ടാണ് ചേർന്നവർക്ക് ഇങ്ങോട്ട് പോരാൻ പറ്റിയത്. അപ്പം ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ MBBSൽ ഗവൺമെൻറ് മേഖലയാണെങ്കിലും ഡീംഡ് ആണെങ്കിലും ESI ആണെങ്കിലും BSc നഴ്സിംഗ് ആണെങ്കിലും BDS ആണെങ്കിലും MCC.nic.in എന്ന വെബ്സൈറ്റ് വഴി 2ാം ഘട്ടത്തിൽ ഒരു കോളേജിൽ പോയി ചേർന്നാൽ കേരളത്തിൽ തീർച്ചയായിട്ടും നമ്മളെ പരിഗണിക്കും, കേരളത്തിൽ ഓപ്ഷനും കൊടുക്കാം. പക്ഷേ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ ഈ റെസിഗ്നേഷൻ ഫെസിലിറ്റി, റിസൈൻ ചെയ്യാനുള്ള അവസരം നാഷണൽ മെഡിക്കൽ കമ്മീഷൻ അല്ലെങ്കിൽ MCC ഓപ്പൺ ചെയ്തു തരണം. എന്നാൽ മാത്രമേ ആ കോളേജിലെ പ്രിൻസിപ്പളിന് നമ്മളെ കേരളത്തിലോട്ട് മാറ്റാം, അല്ലെങ്കിൽ അവിടെ നിന്ന് TC മേടിച്ച് നമുക്ക് കേരളത്തിലോട്ട് ഒന്ന് ചേരാൻ സാധിക്കുകയുള്ളൂ. ഇത് സാങ്കേതികമായിട്ട് ചെയ്യാറില്ല. കഴിഞ്ഞ വർഷം പക്ഷേ ചെയ്തിരുന്നു. കാരണം പല സ്റ്റേറ്റുകളിലും അലോട്ട്മെൻറ്റ് താമസിക്കുന്നത് കൊണ്ട് ചിലപ്പം അങ്ങനെ വരികയും ചെയ്യാം. അങ്ങനെ 2ാം ഘട്ടത്തിൽ റിസൈൻ ചെയ്യാൻ പറ്റായികയൊന്നുമില്ല. അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ തീർച്ചയായിട്ടും നമുക്ക് റിസൈൻ ചെയ്തിട്ട് കേരളത്തിലോട്ട് മടങ്ങാം. പക്ഷേ അല്ല എന്നുണ്ടെങ്കിൽ 2ാം ഘട്ടത്തിൽ ഈ റെസിഗ്നേഷൻ ഫെസിലിറ്റി വരാറില്ല. കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് വന്നത്. അപ്പോൾ 2ാം ഘട്ടത്തിൽ ഓൾ ഇന്ത്യയിൽ ഒരു സീറ്റിൽ പോയി ചേരുമ്പം ഓൾ ഇന്ത്യയുടെ തന്നെ 3ാം ഘട്ടത്തിലോട്ട് മാറാൻ പറ്റുള്ളൂ എന്നുള്ള സ്വയമായൊരു ചിന്ത ഉണ്ടാവണം.
നമുക്ക് കേരളത്തിലോട്ടൊരു മാറ്റം ഒരു അവസരം ഉണ്ടായാൽ മാറാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അങ്ങനെയുള്ള സാധ്യത കുറവാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ ഓൾ ഇന്ത്യയുടെ 2ാം ഘട്ടത്തിൽ ഗവൺമെൻറ് ആണെങ്കിലും ഡീംഡ് ആണെങ്കിലും ചേരാവുള്ളൂ. ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് ആണെങ്കിലും കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റിൽ ചേർന്ന് കഴിഞ്ഞാൽ കേരളത്തിൻ്റെ 3rd അപ്ഗ്രേഡ് ചെയ്യാം. ഓൾ ഇന്ത്യയുടെ 3rd നമുക്ക് വേണമെങ്കിൽ പോകാം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഇവിടെ നിന്ന് ഓൾ ഇന്ത്യയിലോട്ട് പോകാനായിട്ട് ഇവിടെ സീറ്റ് കുറവായതുകൊണ്ട് എപ്പോഴും ഓൾ ഇന്ത്യയിലോട്ട് പോകാനായിട്ട് അനുവദിക്കും. അതിന് നമുക്ക് TC ഇഷ്യൂ ചെയ്യാൻ നമ്മൾ എൻട്രൻസ് കമ്മീഷണർക്ക് ഒന്നൊരു ഇമെയിൽ ഫോർവേഡ് ചെയ്യുകയോ അവരെ അറിയിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ TC ഇഷ്യൂ ചെയ്യും. അപ്പം കേരള 2nd ചേർന്ന് കഴിഞ്ഞാലും ഓൾ ഇന്ത്യയുടെ 3rd പോകാനായിട്ട് അനുവദിക്കും. കേരളത്തിൻ്റെ ഓൾ ഇന്ത്യയുടെ 3rd ചേർന്നില്ലെങ്കിൽ കേരളത്തിൻ്റെ 3rd മാറ്റം വിടുകയും ചെയ്യും. അതുകൊണ്ട് 2nd ചേരുമ്പം മാനേജ്മെൻറ്റ് സീറ്റിൽ ചേരുമ്പോഴാണ് അവിടെ നിന്ന് മാറാൻ പറ്റാതെ വരുന്നതെന്നുള്ളത് ഓർക്കുക. കാരണം പലർക്കും ഇനിയിപ്പോൾ സെൻറ്റാക്കിൻ്റെ തമിഴ്നാടിൻ്റെ കർണാടക, ആന്ധ്ര, തെലുങ്കാന, UP മാനേജ്മെൻറ്റ് സീറ്റുകൾ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അങ്ങനെ അഡ്മിഷൻ എടുത്ത് പോയി ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റുള്ള സ്റ്റേറ്റുകളിലോട്ട് മാറാനായിട്ട് സാങ്കേതികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ തരാറില്ല എന്നുള്ളത് ഓർക്കണമെന്ന് മാത്രമേ ഉള്ളൂ. സർ, ഇപ്പോൾ ഓൾ ഇന്ത്യ 2nd അലോട്ട്മെൻറ്റ് വരാനിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു അലോട്ട്മെൻറ്റിലും തങ്ങൾക്ക് ആവശ്യമുള്ളൊരു സീറ്റ് ലഭിച്ചില്ല എങ്കിൽ, അവരത് എടുക്കുന്നില്ല എങ്കിൽ എന്താണ് പിന്നീട്? തീർച്ചയായിട്ടും. കാരണം ഇപ്പോൾ ഓൾ ഇന്ത്യയുടെ സീറ്റ് മെട്രിക്സ് എത്രയാണ്, വെർച്വൽ വേക്കൻസി എത്രയാണ്, എത്ര റാങ്ക് വരെയുള്ളവർക്ക് കിട്ടും എന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. അപ്പം മാക്സിമം എല്ലാവർക്കും ഓപ്ഷൻ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. 20,000 ഉള്ളവർ, 25,000 ഉള്ളവർ, 30,000 ഉള്ളവരും ഒക്കെ, അല്ലെങ്കിൽ ESI കോളേജ് ഉള്ളവരും ഡീംഡൊക്കെ ഉള്ളവരും മാക്സിമം ഓപ്ഷൻ കൊടുക്കുക എന്ന് തന്നെയാണ് ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സീറ്റ് അലോട്ടഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് പോയി ചേർന്ന് കഴിഞ്ഞാൽ ഓൾ ഇന്ത്യയുടെ 3rd മാറാമെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് ചേർന്നില്ലെങ്കിലോ, അലോട്ടഡായി നമുക്ക് ചേർന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടമാകുമെന്ന് മാത്രമേ ഉള്ളൂ. ഓൾ ഇന്ത്യയുടെ 3ാം ഘട്ടത്തിൽ നമുക്ക് പൈസ അടച്ച് കയറാം, ഒപ്പം സ്റ്റേറ്റ് കൗൺസിലിങ്ങിൽ പങ്കെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഒരു കുട്ടിക്ക് കേരളത്തിൽ തന്നെ പഠിക്കാനാണ് ഭയങ്കര സാധ്യതയെങ്കിൽ, ആഗ്രഹമെങ്കിൽ അദ്ദേഹം ഓൾ ഇന്ത്യയുടെ 2nd ഓപ്ഷൻ കൊടുക്കുക, നോക്കുക എവിടെ ഓൾ ഇന്ത്യ വഴി കേരളം കിട്ടുമോ നോക്കുക. ഓൾ ഇന്ത്യ വഴി അദ്ദേഹം ആഗ്രഹിച്ച സീറ്റ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മറ്റ് സീറ്റാണ് കിട്ടിയത്, അതെടുക്കാതിരിക്കുക. രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ തിരിച്ച് കേരളത്തിലോട്ട് അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും കേരളത്തിൻ്റെ സീറ്റ് നോക്കുകയൊക്കെ ചെയ്യാം. എന്നിട്ട് ഓൾ ഇന്ത്യയുടെ 3rd തീരുമാനം എടുത്താൽ മതി. അതുകൊണ്ട് ചേർന്നില്ല എന്നോർത്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ 3ാം ഘട്ടത്തിൽ പങ്കെടുക്കാനുള്ള അവസരമോ സ്റ്റേറ്റ് കൗൺസിൽ പങ്കെടുക്കാനുള്ള അവസരമോ നഷ്ടപ്പെടുന്നില്ല. സർ, അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് അഗ്രികൾച്ചർ, വെറ്റിനറി പോലുള്ള. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ, കാരണം ഇതിപ്പം ഏതാണ്ട് 13ഓളം മെഡിക്കൽ പ്രോഗ്രാമുകളിൽ 2 പ്രോഗ്രാം MBBS BDS മാത്രമേ അലോട്ട്മെന്റ് ആയിട്ടുള്ളൂ. അതും ഒരു ഘട്ടം മാത്രം. അപ്പം 90% വിദ്യാർത്ഥികളും മെഡിക്കൽ ആസ്പിരൻസും ഇപ്പോൾ വെയിറ്റ് ചെയ്യുവാണ് ഇപ്പോഴും ഒരു സീറ്റിനായിട്ട്. അതാണ് നമ്മൾ ആദ്യം ഈ അലോട്ട്മെന്റ് ഇങ്ങനെ താമസിക്കുന്നത്. കാരണം ബോർഡ് എക്സാം മാർച്ചിൽ കഴിഞ്ഞതാണ്, നീറ്റ് എക്സാം മെയ്യിൽ കഴിഞ്ഞതാണ്. മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ആകുമ്പോഴും അലോട്ട്മെൻറ്റ് ആകാത്തത് ഈ ബാക്കിയുള്ള 90% വിദ്യാർത്ഥികളുടെ ആശങ്കയാണ്. അവരെയും കൂടിയാണ് നമുക്ക് പരിഗണിക്കേണ്ടത്. അതിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ വൈകുകയാണ്. അപ്പോൾ ഈ ആയുർവേദം, വെറ്റിനറി ഒക്കെ കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളോട് സാറിന് ഇപ്പോൾ എന്താണ് പറയാനുള്ളത്? ഇപ്പം ആയുഷിൻ്റെ കൗൺസിലിങ്, അതായത് ആയുർവേദ, ഹോമിയോ, സിദ്ധ, യുനാനിയുടെ 4 പ്രോഗ്രാമിൻ്റെ ഓൾ ഇന്ത്യ തലത്തിലുള്ള അലോട്ട്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 1 വരെ ഉണ്ടത് ആയുഷ് കൗൺസിലിങ്. പക്ഷേ അതിനകത്ത് സീറ്റുകൾ വളരെ കുറവാണ്. കാരണം ഗവൺമെൻറ് കോളേജുകളിൽ സീറ്റ് കുറവാണ്. അതിൻ്റെ 15% മാത്രമേ ഓൾ ഇന്ത്യ തലത്തിലുള്ളൂ. എന്നാൽ ഡീംഡ് ആയുർവേദ കോളേജുകളും ഡീംഡ് ഹോമിയോ കോളേജുകളും ഒക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ സീറ്റ് എടുക്കാനുള്ളവർക്ക് ആയുഷ് വഴി അഡ്മിഷൻ എടുക്കാം. ആയുഷിൽ വഴി അഡ്മിഷൻ എടുത്താലും ഫ്രീ എക്സിറ്റ് ഉണ്ട്. അലോട്ട്മെൻറ്റ് വന്നിട്ട് എടുത്തില്ലെങ്കിലും, 1ാം ഘട്ടത്തിലോ 2ാം ഘട്ടത്തിലൊന്നും വന്നിട്ട് എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇനി 1ാം ഘട്ടത്തിലും 2ാം ഘട്ടത്തിലും രജിസ്റ്റർ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം രജിസ്ട്രേഷൻ ഫീസ് 20,000 രൂപയാണ്. അനാവശ്യമായിട്ട് കുട്ടികൾ ഓപ്ഷൻ കൊടുക്കാതിരിക്കാനായിട്ടാണ് രജിസ്ട്രേഷൻ ഫീസ് 20,000 ആക്കിയിരിക്കുന്നത്. അപ്പം താല്പര്യമുള്ളവർ മാത്രം കൊടുത്താൽ മതി. കേരളത്തിൻ്റെ സാധ്യതകളെല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. കേരളത്തിൽ 15,000 വരെയൊക്കെ ഉള്ളവർക്ക് ആയുർവേദവും, 20,000 വരെയുള്ളവർക്ക് ഹോമിയോയും, അതുപോലെ 10,000, 12,000 വരെയുള്ളവർക്ക് അഗ്രികൾച്ചർ, 7,000 വരെയുള്ളവർക്ക് വെറ്റിനറി, അതുപോലെ തന്നെ ഫിഷറീസ്, ഫോറസ്ട്രി, സിദ്ധ, യുനാനി പോലുള്ള 11 പ്രോഗ്രാമുകൾ കേരളത്തിൽ ഇനി അലോട്ട്മെൻറ്റ് നടക്കാനുണ്ട്. അവരുടെ 4 ഘട്ട അലോട്ട്മെൻറ്റ് നടക്കാനുണ്ട്. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ്, CUET വെച്ചിട്ടുള്ള ICARൻ്റെ അഡ്മിഷൻ, ഏറ്റവും കൂടുതൽ സീറ്റുകളുണ്ട്. അതിനകത്ത് അലോട്ട്മെൻറ്റ് നടക്കാനിരിക്കുന്നു. ICAR അഡ്മിഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി അലോട്ട്മെൻറ്റ് നടക്കാനിരിക്കുന്നു. ഓൾ ഇന്ത്യ വെറ്റിനറി, VCA കൗൺസിലിംഗ്, ഏതാണ്ട് ഓൾ ഇന്ത്യ റാങ്ക് 1,00,000 വരെയുള്ളവർക്ക് ഇന്ത്യയിൽ എവിടെയെങ്കിലും ഒരു വെറ്റിനറി സീറ്റ് കിട്ടാനുള്ള സാധ്യതയാണ് VCA അഡ്മിഷൻ. അതും
എല്ലാം ഇനി താമസമില്ല. സെപ്റ്റംബർ ആദ്യത്തെ ആഴ്ച BCA അഡ്മിഷൻ, ഓൾ ഇന്ത്യ വെറ്റിനറി, ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ICAR അഡ്മിഷൻ, കേരളത്തിൻ്റെ അലൈഡ് കോഴ്സുകൾ അഗ്രികൾച്ചർ, വെറ്റിനറി, ആയുർവേദം ഒക്കെ ഈ ആഴ്ച തന്നെ ആരംഭിക്കും. ഇനി അവരുടെ കാത്തിരിപ്പ് അധികം നീളുകയില്ല. പക്ഷെ ഇവർക്കെല്ലാം ക്ലാസ് തുടങ്ങുന്ന ഒക്ടോബറിലാകുമ്പോഴേ ക്ലാസ് തുടങ്ങുകയുള്ളൂ. MBBS BDS മാത്രമാണ് ഏതാണ്ട് ഈ 20-ാം തീയതിയോടുകൂടിയൊക്കെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത്. സാർ, ഇപ്പോൾ MBBS BDSൻ്റെ ഒക്കെ ക്ലാസ്സുകൾ സെപ്റ്റംബർ 8-ാം തീയതിയോടുകൂടി ആരംഭിക്കുമെന്നിങ്ങനെ പറയുന്നു. അപ്പോൾ അതിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരാനുള്ള സാധ്യത? അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ആധികാരികമായിട്ട് പറയാൻ നമ്മൾ ആൾക്കാരല്ല. പക്ഷേ അലോട്ട്മെൻറ്റ്, 2ാം ഘട്ട അലോട്ട്മെൻറ്റുകൾ കൂടെ കഴിഞ്ഞിട്ട് മാത്രമേ ക്ലാസ്സുകൾ തുടങ്ങാറുള്ളൂ. എന്നാൽ എയിംസുകളിലും ജിപ്മറുകളിലും അങ്ങനെയല്ല. അവർ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്ന കൃത്യമായിട്ട് തുടങ്ങും. അവിടെ ഓൾറെഡി അലോട്ടഡ് ആയിട്ടിരിക്കുന്നവർക്ക് ആ ഓറിയൻറ്റേഷനുകളൊക്കെ അറ്റൻഡ് ചെയ്യുകയും ചെയ്യാം. അല്ലാത്തവർക്കായിട്ട് വീണ്ടും ഒരു ഓറിയൻറ്റേഷനൊക്കെ നടത്തിക്കൊള്ളും. അപ്പോൾ കുട്ടികൾക്ക് നഷ്ടമൊന്നും വരാനായിട്ടില്ല. അപ്പം എവിടെയെങ്കിലും എയിംസുകളിലോ അല്ലെങ്കിൽ കോളേജുകളിലൊക്കെ ഓറിയൻറ്റേഷനുകൾ ഓൾ ഇന്ത്യ തലത്തിൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അറ്റൻഡ് ചെയ്യണം. അതിന് യാതൊരു കുഴപ്പവുമില്ല. ഇനി അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണെങ്കിലും നിങ്ങൾക്ക് കുഴപ്പമില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് വീണ്ടും ക്ലാസ്സുകളെല്ലാം, ഓറിയൻറ്റേഷൻ പ്രോഗ്രാമുകളെല്ലാം ധാരാളം നടത്തുന്നുണ്ട്. അതൊരു നഷ്ടമൊന്നുമല്ല. കേരളത്തിൻ്റെ ക്ലാസ്സുകൾ തുടങ്ങുന്നത്, അല്ലെ ഓൾ ഇന്ത്യ കോട്ട വഴിയുള്ള സീറ്റുകൾ ക്ലാസ്സൊക്കെ തുടങ്ങുന്നത് 2ാം ഘട്ടത്തിന് ശേഷം മാത്രമേ തുടങ്ങാറുള്ളൂ. ഏതാണ്ട് 3-ാം തീയതിയോടുകൂടി വീണ്ടും ഒരു ഷെഡ്യൂളും കൂടെ വരുന്നുണ്ട്. അതിനകത്ത് കൃത്യമായിട്ട് ക്ലാസ്സുകൾ തുടങ്ങേണ്ടത് എന്നാന്നുള്ളത് MCC പറയും. അതനുസരിച്ച് മാത്രമേ ക്ലാസ് തുടങ്ങാറുള്ളൂ. 8-ാം തീയതി എന്നുള്ളത് തീർച്ചയായിട്ടും മാറ്റിവെക്കും. പക്ഷേ ഇനി ഇൻ കേസ് അങ്ങനെ സംഭവിച്ചില്ല എങ്കിൽ 8-ാം തീയതി എവിടെയെങ്കിലും നിങ്ങളിപ്പോൾ ഓൾറെഡി കേരളത്തിൻ്റെ സെൽഫ് ഫിനാൻസിങ് കോളേജിലോ ഗവൺമെൻറ് കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. 8-ാം തീയതി ക്ലാസ് തുടങ്ങുകയാണെങ്കിൽ അഡ്മിഷൻ എടുത്തവർ 8-ാം തീയതി ക്ലാസ് തുടങ്ങാൻ അറ്റൻഡ് ചെയ്തേക്കണം. കാരണം ഓറിയൻറ്റേഷനുകൾ ഏറ്റവും നല്ലതാണ്. നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞതാണ്, നിർബന്ധമായിട്ടും എല്ലാവരും ഓറിയൻറ്റേഷനുകൾ അറ്റൻഡ് ചെയ്യേണ്ടതാണ്. ഒന്ന്, കാരണം MBBS പഠിക്കാൻ പോകുമ്പം നമ്മൾ ഇന്ന് വരെ പഠിച്ച മേഖലയല്ല ഇത്. വളരെ വിശാലമായിട്ട് വളരെ ബൃഹത്തായ ഒരു മേഖലയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് ആദ്യം മനസ്സിലാക്കണം. രണ്ടാമത്തെ, ഇത് അറ്റൻഡൻസ് ഉണ്ട്. അപ്പോൾ ഈ അറ്റൻഡൻസ് നമ്മളൊരു കോളേജ് മാറ്റം കിട്ടിപ്പോയി കഴിഞ്ഞാലും ആ കോളേജിലോട്ട് ക്യാരി ഫോർവേഡ് ചെയ്യുന്നതാണ്. അപ്പം അറ്റൻഡൻസ് കിട്ടാനായിട്ട് നമുക്കത് ബാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ, ക്ലാസ് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യണം. പക്ഷേ സ്വാഭാവികമായിട്ടും 2ാം ഘട്ട അലോട്ട്മെൻറ്റിന് ശേഷം മാത്രമേ ക്ലാസ്സുകൾ തുടങ്ങിയുള്ളൂ. അതിൻ്റെ കൃത്യമായ ഷെഡ്യൂൾ 3-ാം തീയതിയോടുകൂടി വരുന്നതുമാണ്. സാർ, ഇപ്പോൾ MBBS BDSനൊക്കെ ആവശ്യമായ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ നിരവധിയായിട്ടുള്ള എപ്പിസോഡുകളിലായിട്ട് പറഞ്ഞ് തീർച്ചയായിട്ടും. കാരണം ഇപ്പം കേരള അലോട്ട്മെൻറ്റ് നടന്നു, ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് നടന്നു. എല്ലാവർക്കും വളരെ വളരെ ഈസി ആയിട്ട് തന്നെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകളെക്കുറിച്ചൊക്കെ കൃത്യമായി ധാരണയുണ്ടായി. കാരണം ഒന്ന്, നേരത്തെ തന്നെ ഇതിനെക്കുറിച്ചുള്ളൊരു ധാരണ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനേക്കാളും കൂടുതലായിട്ട് അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ, കാരണം ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ സ്ട്രോങ് ആയതുകൊണ്ട് തന്നെ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിലും കൃത്യമായിട്ട് അഡ്മിഷൻ പ്രൊസീജിയറുകൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ലിസ്റ്റുണ്ട്. അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം, കാരണം എല്ലാ കോളേജിലും കൊടുക്കേണ്ട ബയോഡാറ്റ, അവിടെ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റുകളെക്കുറിച്ച്, അവിടെ കൊടുക്കേണ്ട ഫീസ് സ്ട്രക്ചറിനെ കുറിച്ചൊക്കെ കൃത്യമായിട്ട് അതാത് കോളേജുകളുടെ സൈറ്റിലുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കുട്ടിക്ക് പോലും അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ കുട്ടികൾക്കെല്ലാം അഡ്മിഷൻ എടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സാർ, ഇപ്പം നമ്മുടെ ആയുർവേദം, വെറ്റിനറി പോലുള്ള മറ്റ് മെഡിക്കൽ അലൈഡ് കോഴ്സുകളുണ്ട്. അത്തരത്തിലുള്ള കോഴ്സുകൾ ശ്രദ്ധ വെക്കുന്ന വിദ്യാർത്ഥികൾ കരുതേണ്ട സർട്ടിഫിക്കറ്റുകൾ എന്തെല്ലാമാണ്? നമ്മളിപ്പോൾ ഓൾറെഡി നമ്മൾ ഈ സംസാരിച്ച സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ് എല്ലാത്തിനും. എല്ലാ മെഡിക്കൽ കോഴ്സുകൾക്കും ഒരേ സർട്ടിഫിക്കറ്റുകൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട നമുക്കറിയാം, ഒന്ന് നീറ്റിൻ്റെ സ്കോർ കാർഡ്, നീറ്റിൻ്റെ അഡ്മിറ്റ് കാർഡ്, 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, 12ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ്, TC, കോണ്ടാക്ട്, മൈഗ്രേഷൻ. റിസർവേഷൻ ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ്റെ സർട്ടിഫിക്കറ്റ്, ഓൾ ഇന്ത്യ തലത്തിലാണെന്നുണ്ടെങ്കിൽ തഹസീൽദാരുടെ സർട്ടിഫിക്കറ്റ്, കേരള അലോട്ട്മെൻറ്റ് വഴിയാണ് കേരളത്തിൻ്റെ സർട്ടിഫിക്കറ്റ്. പിന്നെ നമ്മൾ കീമിന് അപ്ലോഡ് ചെയ്ത നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അങ്ങനെയുള്ള നമ്മുടെ കേരളത്തിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകൾ, മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. പിന്നെ വേണ്ടത് അസിസ്റ്റന്റ് സർജൻ്റെ ഗവൺമെൻറ്റിൻ്റെ ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്. മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഇതിലും വേണം. തീർച്ചയായിട്ടും മെഡിക്കൽ കോഴ്സുകൾക്കെല്ലാം വേണം. നിർബന്ധമായിട്ടും ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. അത് ഗവൺമെൻറ് ഡോക്ടർ വേണം. അസിസ്റ്റന്റ് സർജനോ അതിൻ്റെ ലെവൽ മുകളിലുള്ള ഡോക്ടറെ തന്നെ മേടിക്കണം. പ്രോസ്പെറസിൻ്റെ 167ാമത്തെ പേജിനകത്ത് ഫോർമാറ്റ് കിടപ്പുണ്ട്. ആ ഫോർമാറ്റിൽ തന്നെ മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം. പിന്നെ നമ്മുടെ കേരളത്തിൽ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റുകളെല്ലാം ആ ഓർഡറിലുണ്ടാവണം. പിന്നെ നമ്മളിപ്പോൾ MBBS BDS പറഞ്ഞ പോലെ തന്നെ അതാത് കോളേജുകളുടെ വെബ്സൈറ്റിൽ ഇതിനെക്കുറിച്ചെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് വരും. അവിടെ ഒരു ബയോഡാറ്റ കൊടുക്കാനായിട്ടുണ്ട്, നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. ഈ സർട്ടിഫിക്കറ്റുകളുടെ എല്ലാം ഒറിജിനൽ കൊടുക്കാനുണ്ട്, ഒരു സെറ്റ് കോപ്പി കൊടുക്കാനുണ്ട്, സോഫ്റ്റ് കോപ്പി ആയിട്ട് നമ്മൾ കരുതേണ്ടതായിട്ടുണ്ട്. പിന്നെ ഫീസിനെ കുറിച്ചും കൃത്യമായിട്ട് ആ സൈറ്റുകളിലുണ്ടാവും. അപ്പോൾ അത് നിങ്ങളിപ്പോൾ റെഡിയാക്കി വെക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മളിപ്പോൾ പറഞ്ഞ
ഡീറ്റെയിൽസ് ആണ്. ഇനി കേരളത്തിൻ്റെ അലോട്ട്മെൻറ്റ് വന്നു കഴിയുമ്പോൾ ആ അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും അല്ലേ, ഇന്ന സീറ്റ് കിട്ടി, അഗ്രികൾച്ചർ കിട്ടി, വെറ്റിനറിയിൽ നിന്ന് അലോട്ട്മെൻറ്റ് മെമ്മോ ഉണ്ടാവും, ഡേറ്റ ഷീറ്റ് ഉണ്ടാവും, നമ്മുടെ കേരള റാങ്കൊക്കെ ഉള്ള ഡേറ്റ ഷീറ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ ഫീസ് അടച്ച റെസിപ്റ്റുകൾ അങ്ങനെയുള്ളതൊക്കെ കൂടുതലായിട്ട് നമ്മൾ കരുതേണ്ടതുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ റെഡിയാക്കി വെക്കുകയും ചെയ്യാം. സാർ, ഇപ്പോൾ ഓൾ ഇന്ത്യ അഗ്രികൾച്ചർ ഏകദേശം കുറേയധികം വിദ്യാർത്ഥികളൊക്കെ നോക്കിക്കാണുന്ന ഒരു കോഴ്സ് തന്നെയാണ്. തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഗവൺമെൻറ് MBBS കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം നമ്മുടെ കുട്ടികൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു മേഖലയാണ്. യഥാർത്ഥത്തിൽ അത് ഡോക്ടർ എന്നുള്ള ആ ഒരു കൺസെപ്റ്റിലൊന്നും അല്ല, മെഡിക്കൽ ആസ്പിരൻ്റ് എന്ന് നമുക്ക് പറയാനാവില്ല. പക്ഷേ ഏറ്റവും അധികം കുട്ടികൾ അഡ്മിഷൻ നേടുന്ന ഒരു മേഖലയാണ് ഓൾ ഇന്ത്യ അഗ്രികൾച്ചറും കേരള മെഡിക്കൽ വഴിയുള്ള അഗ്രികൾച്ചറും. അപ്പോൾ നമുക്ക് അതിൻ്റെ കോളേജുകളെയും അതിൻ്റെ ഒരു സാധ്യതകളെയൊക്കെ ഒന്ന് മെൻഷൻ ചെയ്യാമോ? കേരളത്തിൽ 4 അഗ്രികൾച്ചർ കോളേജാണുള്ളത്. ആ കോളേജുകളിൽ കേരള മെഡിക്കൽ റാങ്ക് അനുസരിച്ച് കേരള എൻട്രൻസ് കമ്മീഷൻ ce.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴിയാണ് അഡ്മിഷൻ. കേരളത്തിലെ ഈ 4 കോളേജുകളിലെ 15% ഓൾ ഇന്ത്യ തലത്തിലുള്ള അഗ്രികൾച്ചറിൻ്റെ സീറ്റുകൾ. കാരണം കേരളത്തിന് പുറത്താണ് അഗ്രികൾച്ചറിന് ഏറ്റവും അധികം ഫണ്ടിങ് നടക്കുന്നതും ഏറ്റവും അധികം ഇമ്പോർട്ടൻസും. പ്രത്യേകിച്ചും രാജസ്ഥാൻ, പഞ്ചാബ്, മധ്യപ്രദേശ്, കോയമ്പത്തൂർ, ബാംഗ്ലൂർ അങ്ങനെയുള്ള ധാരാളം അഗ്രികൾച്ചർ സർവകലാശാലകളുണ്ട്. പിന്നെ ICARൻ്റെ നേരിട്ടുള്ള 6 സർവകലാശാലകളുണ്ട്. അപ്പം ഇവിടെ അഗ്രികൾച്ചറിന് വലിയ പ്രാധാന്യമാണ് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഒക്കെ നമുക്ക് അഡ്മിഷൻ കിട്ടുന്നത് ICAR അഡ്മിഷൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴിയാണ്. CUET പരീക്ഷയുടെ വെച്ചനുസരിച്ചാണ്. അപ്പോൾ ICAR അഡ്മിഷൻ എന്നുള്ള വെബ്സൈറ്റിൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ രജിസ്റ്റർ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ CUET പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച്, അത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, അതിൻ്റെ പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ഒരു റാങ്ക് പബ്ലിഷ് ചെയ്യും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ICARൻ്റെ സൈറ്റിനകത്ത് രജിസ്റ്റർ ചെയ്യുക, CUET ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന 1000 പേരാണെങ്കിൽ ആ 1000 പേരുടെ റാങ്ക് വരും CUET പെർസെൻറ്റേജ് സ്കോർ അനുസരിച്ച്. അതിനുശേഷം ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കും. 11 കോഴ്സുകളാണുള്ളത്. അഗ്രികൾച്ചറും സെറികൾച്ചറും ഹോർട്ടിക്കൾച്ചറും ബയോടെക്നോളജിയും ഫിഷറീസും ഫോറസ്ട്രിയും ഫുഡ് ടെക്നോളജിയും അങ്ങനെ 11 പ്രോഗ്രാമുകളുണ്ട് അതിനകത്ത്. നമുക്ക് എവിടെയൊക്കെയാണോ താല്പര്യം ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരമേ ഉള്ളൂ. നമ്മൾ ആദ്യം തന്നെ ഈ അഗ്രികൾച്ചറിന് ഏതാണ്ട് 2500 സീറ്റുകളുണ്ട്. അപ്പോൾ അതിനെല്ലാം നമ്മൾ ആദ്യം തന്നെ ഓപ്ഷൻ കൊടുക്കണം. അഗ്രികൾച്ചർ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫിഷറീസിനാണ് പോകണ്ടെങ്കിൽ അത്, അല്ലെ സെറികൾച്ചറാണെങ്കിൽ, അല്ലെങ്കിൽ അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ങിനാണെങ്കിൽ, അല്ലെ ബയോടെക്നോളജിക്കാണെങ്കിൽ, അപ്പോൾ ഏതിനൊക്കെയാണോ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് ഓപ്ഷൻ കൊടുക്കാൻ ഒരവസരം. അതിനുശേഷം ഓൺലൈനായിട്ട് 4 അലോട്ട്മെൻറ്റ് നടത്തും. എല്ലാം ഓൺലൈൻ അലോട്ട്മെൻറ്റ്. ആ ഓൺലൈനായിട്ട് അലോട്ട്മെൻറ്റ് കിട്ടുമ്പോൾ നമുക്കൊരു സീറ്റ് കിട്ടിയാൽ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് 10,000 രൂപയ്ക്ക് ആയിരിക്കും. ആ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് നമ്മൾ ഓൺലൈനായിട്ട് അടയ്ക്കണം. അങ്ങനെ 4 ഘട്ട അലോട്ട്മെൻറ്റുകളാണ് ICAR അഡ്മിഷനിലായിട്ട് നടക്കുന്നത്. സാർ, ഇപ്പോൾ നമ്മൾ ഈ കോളേജിൽ ചെന്ന് അഡ്മിഷൻ എടുക്കേണ്ട ആവശ്യകതയുണ്ടോ കേരളത്തിലാണെങ്കിലും ഓൾ ഇന്ത്യയിലാണ്? കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വെച്ചിട്ടാണെങ്കിൽ, കേരള മെഡിക്കൽ അലോട്ട്മെൻറ്റ് വെച്ചിട്ട് അഗ്രികൾച്ചറും വെറ്റിനറി ആയുർവേദമാണെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിയുമ്പോൾ തന്നെ നമുക്ക് കിട്ടിയ കോളേജിൽ നമ്മൾ പോയി ചേരുകയും മുഴുവൻ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയും പൈസ അടച്ച് ചേരുകയും ഒക്കെ ചെയ്യണം. ഓൾ ഇന്ത്യ അലോട്ട്മെൻറ്റ് ICAR അഡ്മിഷൻ എന്ന് പറയുന്ന ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിൻ്റെ അഡ്മിഷനകത്താണ് ഓപ്ഷൻ കൊടുക്കാൻ ഒരു അവസരവും 4 ഓൺലൈൻ അലോട്ട്മെൻറ്റ്. ആ 4 ഓൺലൈൻ അലോട്ട്മെൻറ്റിന് ശേഷം മാത്രം കോളേജിൽ റിപ്പോർട്ട് ചെയ്താൽ മതിയാകും. ഓരോ അലോട്ട്മെൻറ്റ് കഴിയുമ്പോഴും കോളേജിൽ പോകേണ്ടതില്ല. പക്ഷേ അലോട്ടഡ് ആയിക്കഴിഞ്ഞാൽ നമ്മൾ സീറ്റ് അക്സെപ്റ്റൻസ് ഫീസ് അടച്ച് വേണം റിപ്പോർട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ അലോട്ടഡ് ആയാലും നമുക്ക് 4ാമത്തെ റൗണ്ട് വരെ ഹയർ ഓപ്ഷനിലോട്ട് വേണമെങ്കിൽ നമ്മളെ പരിഗണിക്കുകയും ചെയ്യും. 4ാമത്തെ അലോട്ട്മെൻറ്റിൽ എവിടെയാണോ നമ്മൾ നിൽക്കുന്നത് ആ കോളേജിലാണ് നമ്മൾ പോയി, ആ യൂണിവേഴ്സിറ്റിയിലാണ് നമ്മൾ പോയി അഡ്മിഷൻ എടുക്കേണ്ടത്. യൂണിവേഴ്സിറ്റി ചെല്ലുമ്പോഴാണ് നമ്മളുടെ പ്രിഫറൻസ് അനുസരിച്ച് നമുക്ക് കോളേജുകൾ അലോട്ട് ചെയ്യുകയും ചെയ്യുന്നത്. സാർ, അതുപോലെ തന്നെ ഓൾ ഇന്ത്യ വെറ്റിനറിയും ഇതേ പ്രോസസ്സ് തന്നെയാണോ? അല്ല, ഓൾ ഇന്ത്യ വെറ്റിനറിക്ക് നീറ്റ് മാത്രമേ ഉള്ളൂ. അഗ്രികൾച്ചറിന്, കേരളത്തിലെ അഗ്രികൾച്ചറിന് കേരള മെഡിക്കൽ റാങ്കും ഓൾ ഇന്ത്യ അഗ്രികൾച്ചറിന് CUET സ്കോറുമായിരുന്നെങ്കിൽ വെറ്റിനറിക്ക് രണ്ടിനും നീറ്റിൻ്റെ റാങ്ക് മാത്രമേ ഉള്ളൂ. കേരളത്തിലെ 2 വെറ്റിനറി കോളേജുകളിൽ കേരള മെഡിക്കൽ റാങ്ക് വെച്ചിട്ടും VCA അഡ്മിഷൻ വഴിയുള്ള ഓൾ ഇന്ത്യ വെറ്റിനറി കോളേജുകൾ വളരെ കുറവാണ്. അങ്ങനെ ഓൾ ഇന്ത്യ വെറ്റിനറി അനുസരിച്ച് VCA അഡ്മിഷൻ എന്ന വെബ്സൈറ്റ് വഴി നീറ്റിൻ്റെ സ്കോർ അനുസരിച്ച് ഓൾ ഇന്ത്യ റാങ്ക് അനുസരിച്ച് VCA അഡ്മിഷൻ വഴിയാണ് ഓൾ ഇന്ത്യ വെറ്റിനറി അഡ്മിഷൻ നടക്കുന്നത്. രണ്ടിനും ഒരേ സ്കോർ തന്നെയാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ രണ്ടും 2 വെബ്സൈറ്റാണ് എന്നുള്ളത് മാത്രം ഓർത്തിരുന്നാൽ മതിയാകും. സാർ, ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റിൽ നിന്ന് കുറേയധികം വിദ്യാർത്ഥികൾ അവരുടെ വീടുകളിലേക്ക് യാത്രയായിരിക്കണം ഓണം ആഘോഷിക്കാനൊക്കെ. തീർച്ചയായിട്ടും അതിപ്പം റെസിഡൻഷ്യൽ ബാച്ച് ആണെങ്കിലും ലോങ് ടൈം ആണെങ്കിലും അല്ലെ റിപ്പീറ്ററൊക്കെ ആണെങ്കിലും
ഓണം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്താണെങ്കിലും മലയാളികൾ അത് ഏറ്റെടുക്കുകയും കുട്ടികളുമൊക്കെ ആയിട്ട് ഒരുമിച്ചിരുന്ന് ആഘോഷിക്കുന്ന ഒരു ദിവസങ്ങൾ തന്നെയാണ് ഈ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 2026 നീറ്റ് ലക്ഷ്യം വെച്ച് ബെർലിനിലേക്ക് കടന്നു വന്ന വിദ്യാർത്ഥികളുണ്ട്. അവരൊരു പക്ഷേ വീടുകളിലിരുന്ന് ഓണം ആഘോഷിക്കുമ്പോൾ അവരൊരിക്കലും വിസ്മരിക്കാനാവാത്തൊരു പ്രധാന ഘടകമാണ് നീറ്റ് 2026 എന്ന് പറയുന്നത്, അല്ലേ? നീറ്റ് എന്നുള്ളതിനപ്പുറത്ത് ഇനി അങ്ങോട്ടുള്ള കാലമെന്ന് പറയുന്നത് നീറ്റ്, JEE അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്, അതിനൊക്കെ അപ്പുറത്ത് 2026 നാം ഏത് മേഖലയിലായിരിക്കണം, നമ്മളുടെ കഴിവിനനുസരിച്ച് നമ്മളുടെ ആഗ്രഹത്തിനനുസരിച്ച് ഏത് മേഖലയിലായിരിക്കണം നമ്മൾ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ടൊരു ധാരണ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഒരു കോളേജ് ഒരു കോഴ്സും ഒന്നും അല്ല നമ്മളുടെ സാധ്യതകൾ ഇനിയുള്ള കാലഘട്ടത്തിൽ വലിയ രീതിയിൽ ലോകം മാറ്റപ്പെടാൻ പോവുകയാണ്, അല്ലേ? നമ്മളെപ്പോഴും പറയുന്നത് പോലെ 2030-32 കാലഘട്ടമൊന്നും എന്തായിരിക്കുമെന്നോ അതിനു വേണ്ടിയിട്ട് എന്ത് പഠിക്കണമെന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റുന്ന കാലഘട്ടമല്ല. നമുക്കാകെ പറ്റുന്നത് നമ്മൾ നിലനിൽക്കുന്നതിൽ നമുക്ക് സാധ്യതയുള്ളതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കാൻ നമ്മൾ സന്നദ്ധരാവുക. അപ്പോൾ നമുക്ക് 2026 നമ്മളുടെ വ്യക്തിത്വത്തിനനുസരിച്ച്, നമ്മളുടെ ആറ്റിറ്റ്യൂഡിനനുസരിച്ച്, നമ്മളുടെ ഹാർഡ് വർക്കിനനുസരിച്ച്, നമ്മുടെ പാഷനൊക്കെ അനുസരിച്ച് നമുക്ക് ഏത് സ്ഥാപനത്തിലാണോ ഏത് കോഴ്സിലാണോ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നത് അത് കണ്ടുപിടിക്കുക. അവിടെ ഏറ്റവും നല്ല രീതിയിൽ അണ്ടർ ഗ്രാജുവേഷൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മളെപ്പോലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. അതുകൊണ്ട് 2026 എല്ലാ സാധ്യതകളും നിങ്ങൾ ഉപയോഗിക്കുകയും അതിലേറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുകയും അതിൽ ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്യുക. അതുതന്നെയായിരിക്കണം ഈ ഓണത്തിന് നമുക്ക് നമ്മുടെ കുട്ടികളോട് പറയാനായിട്ടുള്ളത്. ഓക്കെ സാർ, അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും ഈ ഒരു ഓണം? അല്ല, സാധ്യതകൾ നിരവധിയാണ്. ഇപ്പോൾ ഏതൊരു കുട്ടിക്കും ഏതൊരു ഫാമിലിക്കും അഫോർഡബിൾ ആയിട്ടുള്ളതും പാഷനേറ്റ് ആയിട്ടുള്ളതും ഏത് മേഖലയും കണ്ടുപിടിക്കാനായിട്ട് ഇന്നത്തെ കാലത്ത് ഇത്ര പാടൊന്നുമില്ല. കാരണം നമ്മളിപ്പോൾ ഈ ചെയ്യുന്ന പ്രോഗ്രാമുകൾ പോലും തന്നെ ഔട്ട്ഡേറ്റഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്, അല്ലേ? കാരണം ഇന്ന് അവൻ്റെ വിരൽത്തുമ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് മേഖലയും അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ട് അവന് കിട്ടാനുള്ള സാങ്കേതിക വിദ്യ നിലവിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം തിരഞ്ഞെടുപ്പ് വളരെ ലളിതമായിരിക്കുന്നു. അതിനനുസരിച്ച് അവനൊന്ന് മോൾഡ് ചെയ്യപ്പെടുക എന്ന് മാത്രമേ ഉള്ളൂ. 2026 സംബന്ധിച്ചോളം എഞ്ചിനീയറിംഗ് മേഖലയാണെങ്കിലും മെഡിക്കൽ മേഖലയാണെങ്കിലും റിസർച്ച് മേഖലയാണെങ്കിലും ഡിഗ്രിയുടെ മേഖലയാണെങ്കിലും 40-50ഓളം പ്രവേശന പരീക്ഷകളും സാധ്യതകളും നമ്മുടെ കുട്ടികൾക്ക് മുമ്പിലുണ്ട്. അതിൽ അവനവനെ കൊണ്ട് പറ്റുന്ന മാക്സിമത്തിൽ അറ്റൻഡ് ചെയ്യുകയും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ തന്നെ അതിലേറ്റവും ബെസ്റ്റ് തിരഞ്ഞെടുക്കുകയും അതിലേറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടും ഇപ്പോൾ ഒരു എപ്പിസോഡിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നതല്ല. എന്തൊക്കെ പ്രവേശന പരീക്ഷകളുണ്ട് 2026 നമ്മുടെ കുട്ടികൾക്ക് എഴുതാൻ പറ്റുന്ന പ്രവേശന പരീക്ഷകൾ എന്തെല്ലാമാണ്, അതിനകത്ത് സബ്ജക്റ്റുകൾ എന്തെല്ലാമാണ്, ആ പരീക്ഷ എഴുതി കഴിഞ്ഞാൽ കിട്ടുന്ന സീറ്റുകൾ എന്തെല്ലാമാണ്, കഴിഞ്ഞ വർഷം എത്ര റാങ്ക് വരെയുള്ളവർക്കാണ് കിട്ടിയത്, എന്തൊക്കെ റിസർവേഷൻ സാധ്യതകളുണ്ട്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇതിനൊക്കെ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ അണിയറയിൽ വളരെ വിപുലമായിട്ടുള്ള പ്രോഗ്രാമുകളാണ് അറേഞ്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു സാങ്കേതികത്വത്തിൽ ഒരു പക്ഷേ ഇതിനേക്കാളൊക്കെ മികച്ചതെന്ന് കുട്ടികൾക്കുണ്ടെങ്കിലും നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോഴും ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് നമ്മളുടെ ഒരു മീഡിയ തന്നെയാണ്. അപ്പോൾ നമ്മളുടെ നീറ്റ് ചാനലുണ്ട്, JEE ചാനലുണ്ട്. ആ ചാനലുകൾ കുട്ടികളാണെങ്കിലും രക്ഷകർത്താക്കളാണെങ്കിലും ലോകത്തിലെവിടെയും ഇന്ന് നമ്മളെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നമ്മൾ കൃത്യമായിട്ട് പ്രവേശന പരീക്ഷകൾ ഏതെല്ലാം ഉണ്ട് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് നമ്മുടെ ചാനലുകളിൽ വരുന്ന ദിവസങ്ങളിലെല്ലാം നമ്മൾ എപ്പിസോഡ് ചെയ്യും. അതിനകത്തുള്ള സബ്ജക്റ്റുകൾ, അതിൻ്റെ പരീക്ഷകൾ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എപ്പോഴൊക്കെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ റിസർവേഷൻ സാധ്യതകളുണ്ട്, എന്തൊക്കെ സർട്ടിഫിക്കറ്റുകൾ നമ്മൾ തയ്യാറാക്കി വെക്കണം, 2025 ആർക്കൊക്കെയാണ് അഡ്മിഷൻ കിട്ടിയത് എന്നുള്ള വിശദമായ പ്രോഗ്രാമുകളാണ് നമ്മളിപ്പം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വരുന്ന ഡിസംബർ മാസം വരെയുള്ള കാലഘട്ടത്തിൽ കൃത്യമായിട്ടും അത് നമ്മൾ അവരിലെത്തിക്കുകയും ചെയ്യും. പിന്നെ മാരാൻ ടീച്ചറുടെ കൂടെയൊക്കെ ഇതിൻ്റെ അക്കാഡമിക് തലത്തിൽ എങ്ങനെയാണ് ഇതിന് തയ്യാറെടുക്കേണ്ടത്, ക്ലാസ് റൂം പഠനത്തോടൊപ്പം തന്നെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒരു കുടുംബത്തോടൊപ്പം ഒക്കെ ഇരുന്ന് എങ്ങനെയാണ് ഇതിന് സജ്ജമാകേണ്ടതെന്നുള്ള അതിൻ്റെ ക്ലാസ്സുകളും തീർച്ചയായിട്ടും നമ്മുടെ ചാനലുകൾ വഴിയെല്ലാം ഉണ്ടാവും. അപ്പോൾ നമ്മുടെ 2026 ഫോക്കസ് ചെയ്യുന്നവർ എൻജിനീയറിംഗ് ആണെങ്കിലും മെഡിക്കൽ ആണെങ്കിലും റിസർച്ച് ആണെങ്കിലും
ഏത് മേഖലയിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിലും വിദേശത്തുള്ളവരാണെങ്കിലും ചിലപ്പോൾ ഈ വിദേശത്തുള്ളവർക്ക് ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് സീറ്റുകൾ കിട്ടില്ല, ഇവിടെ സാധ്യതകൾ വളരെ കുറവാണ്, ഇവിടെയുള്ള കുട്ടികൾക്കാണ് സാധ്യതകൾ, അല്ലെങ്കിൽ IGCS സിലബസ് പഠിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അമേരിക്കയിൽ പഠിച്ചു കഴിഞ്ഞാലൊക്കെ ഇവിടെ നമുക്ക് അഡ്മിഷൻ കിട്ടില്ല, NRI സീറ്റുകൾ മാത്രമേ വിദേശത്താണെങ്കിൽ കിട്ടുകയുള്ളൂ എന്നൊക്കെയുള്ള ധാരാളം തെറ്റിദ്ധാരണകളുണ്ട്. എന്നാൽ അതൊന്നും അല്ല. ധാരാളം സാധ്യതകൾ ഇവിടെ പഠിച്ച്, ഇവിടെ ജനിച്ച്, ഇവിടെ ജീവിച്ച്, ഇവിടെ +2 പഠിക്കുന്ന ഒരാളുടെ എല്ലാ സാധ്യതകളും ലോകത്തിലെവിടെയുള്ള മലയാളിക്കും ലഭ്യമാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും വരുന്ന ദിവസങ്ങളിലും നമ്മൾ 2026 കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് ഉള്ള പ്രോഗ്രാമുകൾ, നമ്മളെ ഈ പ്രോഗ്രാം ഇതല്ലാതെ ഓരോ ദിവസവും അല്ലേ, ഓരോ ദിവസവും നമുക്ക് അതിൻ്റെ പ്രോഗ്രാമുകളെല്ലാം തന്നെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ എല്ലാ വർക്കുകളും നടക്കുന്നുണ്ട്. പിന്നെ അത് റെഗുലറായിട്ട് നമ്മൾ കുട്ടികളിൽ എത്തിക്കുകയും ചെയ്യും. അപ്പോൾ ശിവൻ സാർ പറഞ്ഞതുപോലെ 2026 നീറ്റിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റേതെങ്കിലുമൊക്കെ ഒരു പ്രൊഫഷണൽ കോഴ്സിന് വേണ്ടിയിട്ടൊക്കെ തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമാകുന്ന നിരവധി എപ്പിസോഡുകളാണ് ഇനി നിങ്ങളെ കാത്തിരിക്കുന്നത്. ആൻഡ് ഓരോ പ്രോഗ്രാമുകളൊക്കെ ആയിട്ട് നമ്മളത് കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും സ്വന്തം മക്കളുടെ ഉയർന്നൊരു കരിയർ സ്വപ്നം കാണുന്ന ഓരോ പേരൻസും വിദ്യാർത്ഥികളും എല്ലാവരും തന്നെ മാക്സിമം ആളുകളിലേക്ക് ഈ ഒരു പ്രോഗ്രാമിനെ നമ്മുടെ ഒരു ചാനലും ഒക്കെ ഷെയർ ചെയ്ത് നൽകണം. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഒരുപാട് വിജയികളെ സൃഷ്ടിച്ച ഒരു സ്ഥാപനമാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും എല്ലാം ഭാഗവാക്കാണ്. കാരണം മലയാളികളിലെ, ലോകത്തെവിടെ നിന്നുമുള്ള മലയാളികളിൽ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവർ, ആറ്റിറ്റ്യൂഡുള്ളവർ, പാഷനേറ്റ് ആയിട്ടുള്ളവർ ബ്രില്യൻറ്റ് തിരഞ്ഞെടുത്തു. അവരിവിടെ വരികയും കഠിനാധ്വാനം ചെയ്ത് തന്നെ നേടിയ വിജയമാണ്. അതിനകത്ത് നമ്മളൊരു ഭാഗമായി, ഒരു പ്ലാറ്റ്ഫോം ആയി എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്കും അല്ലേ, എവിടെ നിന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാൻ ബ്രില്യൻറ്റിൻ്റെ ഓരോ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യുകയും അതിലൂടെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുകയും ചെയ്യാം. ഇപ്പോൾ വളരെ രസകരമായിട്ട് നമ്മൾ മലയാളികൾ പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തെവിടെ ചെന്നാലും ഒരു മലയാളിയുണ്ട് എന്ന് പറയുന്ന പോലെ ബ്രില്യൻറ്റിലുള്ളവർ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ലോകത്തെവിടെ ചെന്നാലും ഒരു ബ്രില്യൻറ്റിനുണ്ട്. സാർ, അപ്പോൾ ലോകമെമ്പാടും വരുന്ന നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് മലയാളി പ്രേക്ഷകരുണ്ട്. നമ്മുടെ ഈ ഒരു എപ്പിസോഡ് ഈ ഞായറാഴ്ച വിടുന്നു, പക്ഷേ നെക്സ്റ്റ് ഞായറാഴ്ച നമുക്ക് ഇവരുടെ മുന്നിലേക്ക് എത്താൻ പറ്റില്ല. അതിന് മുന്നേ ആയിട്ട് ഓണം കഴിഞ്ഞിട്ട് നമുക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സാറിൻ്റെ ഒരു ഓണം വിഷയോടെ നമ്മുടെ പ്രേക്ഷകർ. തീർച്ചയായിട്ടും നമുക്കിപ്പം ഈ 2025 പാസ്സായ വിദ്യാർത്ഥികളോ അവരുടെ രക്ഷകർത്താക്കളോ മാത്രമല്ല നമ്മുടെ കുടുംബത്തിലുള്ളത്. എപ്പോഴും നമ്മൾ ഒരിക്കൽ കൂടി പറയുന്ന പോലെ ലോകത്തെമ്പാടും ഏത് മുക്കിലും മൂലയിലും മലയാളിയുണ്ടോ അവിടെ ഓണമുണ്ട്. കാരണം അവർക്ക് ഓണമില്ലാത്ത ഒരു സമയത്തിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കാനാവില്ല. ഒരു എത്രയും കേരളത്തിലോട്ട് വരാൻ പറ്റുമെങ്കിൽ എങ്ങനെയെങ്കിലും പറഞ്ഞെത്തും, ഇല്ലെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അവരിപ്പം കേരളത്തിലുണ്ടാവും, നാട്ടിലുണ്ടാവും. അപ്പം എല്ലാവർക്കും 2025 വരെയുള്ളവർക്കും ഇനി ഇങ്ങോട്ട് കുടുംബത്തിലേക്ക് കടന്നു വരാൻ പോകുന്നവർക്കും എല്ലാ മലയാളികൾക്കും എൻ്റയർ ബ്രില്യൻറ്റ് കുടുംബത്തിൻ്റെ സ്നേഹ ഓണ ആശംസകൾ, ഹൃദ്യമായ ഒരു ഓണാശംസകൾ നേരുകയാണ്. കാരണം എപ്പോഴും നിങ്ങളുടെ ഒരു കുടുംബത്തോടൊപ്പം തന്നെ ചേർന്ന് നിൽക്കാനായിട്ട്, അത് നിങ്ങളുടെ കുടുംബം, ഇപ്പം നമ്മുടെ ഇവിടെ പഠിച്ചിട്ട് ആദ്യം പോയ കുട്ടികൾ അവരുടെ മക്കൾ ഇവിടെ വന്ന് ചേരുന്നൊരു സമയമായിട്ടുണ്ട്. അപ്പോൾ അത് എന്ന് പറഞ്ഞതുപോലെ തന്നെ തലമുറകളായിട്ട് നമുക്ക് ഒരുമിച്ച് നമുക്ക് നിൽക്കാം. ഇനി വരുന്ന ഓണങ്ങളും സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയുമായി മാറാനായിട്ട് എൻ്റയർ ബ്രില്യൻറ്റ് ഫാമിലിയുടെ ഓണാശംസകൾ. Brilliant Study Center, India's #1 coaching center for NEET and JEE.